കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ സന്ദേശം കേൾവിക്കായി സമയം കണ്ടെത്തുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. അല്പനേരത്തെ ധ്യാനത്തിനു വേണ്ടി എബ്രായ ലേഖനം 13-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു: ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, കർത്താവ് എനിക്ക് തുണ. 2 പദങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, കർത്താവ് എനിക്ക് തുണ. ഈ ലോകത്തിലെ നമ്മുടെ ചാർച്ചക്കാരും നമ്മുടെ സ്നേഹിതരും പലരും നമ്മെ കൈവിടാം. പക്ഷേ കൈവിടാത്ത ഏക സ്നേഹിതൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു മാത്രമാണ്. ജീവിതത്തിൻ്റെ സമൃദ്ധിയിൽ പലരും നമ്മുടെ കൂടെ ഉണ്ടായേക്കാം. എന്നാലൊരു പ്രതിസന്ധി വരുമ്പോൾ നാം ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ആ സമയം ക്രിസ്തു നമ്മോടൊപ്പം ഇറങ്ങി വരും. അവൻ ഇറങ്ങി വന്നാൽ പ്രിയരെ, നാം പേടിക്കണ്ട. അതിലൂടെ ആ ഏകാന്തതയിൽ കണ്ണുനീരിലും നിസ്തുലനായ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ നമുക്ക് കഴിയും. ദൈവം തുണയായി ഒപ്പമുണ്ടെങ്കിൽ ഒരു മനുഷ്യനും നമുക്കെതിരെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. സകല ശത്രുക്കളെയും അവൻ കാഴ്ക്കീലാക്കിയിരിക്കും. നമ്മുടെ പരാജയത്തെ ആഘോഷമാക്കുവാൻ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ പതറാതെ മുന്നേറണമെങ്കിൽ ക്രിസ്തുവിൻ്റെ തുണ നമുക്കാവശ്യമാണ്. പെറ്റമ്മ മറന്നാലും മറക്കാത്തവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രതിസന്ധികൾക്ക് നേരെ ധൈര്യത്തോടെ നിൽപ്പാൻ നമുക്ക് കഴിയാം. ജീവിതത്തിൻ്റെ ശോധനകളിൽ പിറുപിറുക്കാതെ ക്രൂശിൽ മാത്രം അഭയം പ്രാപിച്ച് മുന്നേറിയാൽ തൻ്റെ അനുഗ്രഹത്തിലേക്ക് അവൻ നമ്മെ വഴി നടത്തും. അതിന് ഒരു തർക്കവുമില്ല. അതിനായി ദൈവസന്നിധിയിൽ നമുക്ക് താണിരിക്കാം. ആ കർത്താവിൻ്റെ ബലമുള്ള ഭുജത്തിൻ്റെ കീഴിൽ താണിരിക്കുക. ശത്രുക്കളുടെ മുൻപാകെ അവൻ മേശയൊരുക്കി നമ്മെ മാനിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ പ്രിയരെ, ഈ പ്രഭാതത്തിലേക്ക് നിങ്ങൾ നടന്നു നീങ്ങുമ്പോൾ കർത്താവ് നമ്മളെ ഒരു നാളും കൈവിടത്തില്ല. മനുഷ്യൻ കൈവിടും, കർത്താവ് കൈവിടത്തില്ല. കർത്താവ് നമുക്ക് തുണയാണ്. ഈ ലോകത്തെ എല്ലാവരും മാറിപ്പോകുമ്പോഴും നമുക്ക് തുണ നമ്മുടെ കർത്താവ്. ആ തുണയായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഏത് വേദനയിലും ആ തുണയാകുന്ന കർത്താവ് നിങ്ങളുടെ കൂടെ ഇറങ്ങി വരും. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇനിയും മുൻപോട്ട് നിങ്ങൾ ഈ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നോർത്ത് മനം കലങ്ങിയിരിക്കുമ്പോൾ അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല. കർത്താവ് നിങ്ങൾക്ക് തുണ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന്മേൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന്മേൽ, നിങ്ങളുടെ തലമുറയുടെ ആവശ്യത്തിന്മേൽ, തലമുറയുടെ വിദ്യാഭ്യാസത്തിന്മേൽ ഒരുപക്ഷെ ആവശ്യങ്ങൾ ഒത്തിരി മുമ്പിൽ ഉണ്ടായേക്കാം. മനുഷ്യൻ്റെ മുമ്പിൽ ആശ്രയിക്കുന്നതിനെക്കാട്ടും നല്ലത് യഹോവയുടെ മുമ്പിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടുന്നതിനേക്കാൾ യഹോവയുടെ മുമ്പിൽ കൈനീട്ടുന്നത് നല്ലത്. ആ കർത്താവ് ഒരു നാളും നിങ്ങളെ കൈവിടത്തില്ല. മനുഷ്യൻ നമ്മെ കൈവിടും, മനുഷ്യൻ വാക്കുകൾ മാറ്റും. പക്ഷേ കർത്താവ് നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല. കർത്താവ് നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. കർത്താവ് നിങ്ങൾക്ക് തുണയാ. ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് തുണയായി ആരുമില്ലെങ്കിലും നിങ്ങൾക്ക് തുണയായി സർവശക്തനാകുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇറങ്ങി വരും. നിങ്ങളെ വഴി നടത്തും, നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ പ്രവർത്തിക്കും. ഗാഡ് ബ്ലെസ് യു.